मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया मेरे सपनों की रानी कब आएगी तू आए रुत मस्तानी कब आएगी तू बीती जाए जिंदगानी कब आएगी तू चलिया चलिया സൂപ്പർ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ പെർഫോമൻസ് കണ്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് തുടക്കത്തിൽ ടാസ്ക് കൊടുക്കാൻ മറന്നു. അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അപ്പൊ ഞാൻ പോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്വേതാജി എന്തായാലും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇന്നത്തെ എന്റെ ടാസ്ക് ശ്വേതാജിക്കുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ സന്തോഷം മാനിച്ചുകൊണ്ട് ഞാൻ ശ്വേതാജി കൊടുക്കാൻ പോകുന്ന 8ന്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ശ്വേതാജിയുടെ മലയാളം നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. ഇങ്ങനെ ഓരോ വാക്കുകൾ പറയുന്നതും മലയാളം പറയുന്നതായിട്ട് ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ കേട്ടിരുന്നു. അതുകൊണ്ടാ മലയാളം അറിയാത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അതായത് നമ്മുടെ മലയാളത്തിലെ ഏതെങ്കിലും ഒരു അക്ഷരം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും അക്ഷരം ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഇല്ല, എല്ലാം കഷ്ടമാണ്. എല്ലാം കഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക എന്നൊരു അക്ഷരം ഞാൻ ശ്വേതാജിക്ക് കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചോദ്യം ചോദിച്ചാലും അതിന്റെ ആൻസർ തുടക്കത്തിന്റെ ആ വേർഡ് വരേണ്ടത് ക വെച്ചിട്ടായിരിക്കണം. ഇപ്പൊ ശ്വേതാജി കഴിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ പിന്നെ വേറെ വരാം. പക്ഷെ തുടങ്ങുന്നത് ക വെച്ചിട്ടുള്ള വേർഡിലാണ് തുടങ്ങാൻ പറ്റുള്ളൂ. നല്ല കോമഡി ആയ ഒരു റൗണ്ട്. അതെ, അതാണല്ലോ നമുക്ക് വേണ്ടത്. സപ്പോർട്ട് ചെയ്യാം. ശരി, ആദ്യം ഞാൻ ചോദിക്കാൻ പോണ്. അപ്പം ശ്വേതാജി എങ്ങനെയാ വന്ന് ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ വന്നു? കാറിലാണ് വന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഇത്രയും വൈകി എന്താ, എന്ത് ചെയ്യായിരുന്നു അവിടെ? കുശലം ചോദിക്കേണ്ടായിരുന്നു. കുശലം ചോദിക്കാനുണ്ടായിരുന്നു അല്ലേ? അത് ശരി. പിന്നെ ശ്വേതാജിയുടെ ഇന്നത്തെ ഈ ഡ്രസ്സിന്റെ പേരെന്താ? കാക്കപ്പുള്ളിയുള്ള ഒരു ഡ്രസ്. കാക്കപ്പുള്ളിയുള്ള ഡ്രസ്സോ? ഇതാണോ മക്കളെ കാക്കപ്പുള്ളി? ഇതാണോ? കുറച്ച് കളറിന്റെ പ്രശ്നമുണ്ട്. അത് കൊള്ളാം. രാവിലെ എന്ത് കഴിച്ചു? കട്ട്ലറ്റും ബ്രെഡും. സൂപ്പർ, അമേസിംഗ്. ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ശ്വേതാജി ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോട്ടുവായ ഇട്ടിട്ട് കാപ്പി കുടിക്കും. പിന്നെ കക്കൂസ് പോകും. പിന്നെ അതായത് ശ്വേതാജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഇത് കാളൻ. കാളൻ വെറുതെ കോരി കുടിക്കോ? കാളൻ കോരി കുടിക്കുന്ന ഒരാളാണ് ശ്വേതാജി. രാത്രി കാലങ്ങൾ സമയം ചെലവഴിക്കാൻ എന്താ ചെയ്യാറ് വീട്ടില്? കട്ടില് കടന്ന് വേണ്ട, കട്ടില് കടന്ന് പറയൂല കുച്ചിക്കൂ ചെയ്യും. കട്ടിലെ കിടന്ന് മോളുടെ കൂടെ. ഓക്കെ, ഇപ്പൊ ശരിയായി. മോളുടെ പേരെന്താ? മോളുടെ പേരെന്താ? കബായന. സൂപ്പർ. ശ്വേതാജി മോളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ പറയുന്ന ഫസ്റ്റ് ഒരു വേർഡ് എന്തായിരിക്കും? കുട്ടാ വേണ്ട. കുട്ടാന്ന് തന്നെയാണ് വിളിക്കാറ്. അതെ, ഹിന്ദിയിലൊന്നും പറയാറില്ല. പക്ഷെ അടിപൊളി, ശ്വേതാജി തകർത്തു. നല്ല രസമായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ് മാച്ച് ചെയ്ത് കുക്കുടുക്കു കുനു കുനു ഒക്കെ ആക്കിയിട്ട് ആ കായിനെ അസലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മലയാളം അറിയില്ല എന്ന് പറഞ്ഞാലും ചില വാക്കുകളൊക്കെ എന്താ കുശലം, അതൊക്കെ കറക്റ്റ് മലയാളത്തിന്റെ തനിമ തന്നെ ഞങ്ങൾക്ക് നിലനിർത്തി തന്നു. എനിക്ക് വയ്യ. നിങ്ങൾ എല്ലാരും കൂടെ ഇരിക്കുമ്പോ നിക്കുമ്പോ എല്ലാം പിടിച്ചു നിക്കണ്ടേ? വേണം. എന്തായാലും ഈ ടാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു.